ആൾക്കൂട്ടത്തെ ആത്മനിർവൃതിയോടെ ചേർത്ത് പിടിച്ച നേതാവിന്റെ ഓർമ്മദിനമാണിന്ന്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 3 വർഷമായി. ഭരണസിംഹാസനങ്ങളുടെ പ്രൗഢിയേക്കാൾ മലയാളിയുടെ ഹൃദയ കവാടങ്ങളിൽ കുഞ്ഞുഞ്ഞായി ജീവിച്ച ആ ജനനായകനായി കേരളമുടനീളം ഇന്ന് ഓർമ്മത്തിരികൾ തെളിയുകയാണ്. തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ കേവലം 158 കിലോമീറ്ററാണ് ദൂരക്കണക്ക്. 3 ആണ്ട് മുൻപ് ഇങ്ങനെയൊരു നാൾ, ആ ദൂരമത്രയും പിന്നിടാൻ മലയാളിക്കു വേണ്ടി വന്നത് 2 പകലും 1 രാത്രിയുമാണ്. വാവിട്ട് കരയുന്ന വലിയൊരു ജനസഞ്ചയം, വല്ലാത്തൊരു ശൂന്യതയിൽ നിർവികാരരായി നിന്നവർ, പാതയോരങ്ങളിൽ ഉരുകിത്തീർന്ന മെഴുകുതിരി വെട്ടങ്ങൾ, പൂമാലകൾ, ചങ്കു പൊട്ടിവിളിച്ച മുദ്രാവാക്യങ്ങൾ, ഒടുവിൽ താൻ അത്രമേൽ പ്രണയിച്ച ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെ ആ നെഞ്ചോട് ചേർന്ന് കുഞ്ഞുഞ്ഞു മടങ്ങി അനശ്വരതയിലേക്ക്. ആറ് പതിറ്റാണ്ട് നീണ്ട ഉമ്മൻചാണ്ടി എന്ന പൊതുജീവിതം കേരള രാഷ്ട്രീയത്തിന്റെ എക്കാലത്തെയും വലിയ പാഠപുസ്തകമാണ്. കസേരകളുടെ പെരുമയിലല്ല, ജനങ്ങളുടെ സ്നേഹത്തിലാണ് രാഷ്ട്രീയക്കാരന്റെ രാജസിംഹാസനമെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചു. ജനസാഗരത്തിന്റെ സങ്കടത്തിരകളെ അലിവോടെ നെഞ്ചിലേറ്റി. അധികാരത്തിന്റെ ചില്ലുമേടകളിൽ ഒളിച്ചുവെക്കാനോ മറച്ചുവെക്കാനോ ആ ജീവിതത്തിൽ ഒന്നുമുണ്ടായിരുന്നില്ല. പ്രതിസന്ധികളിൽ അണഞ്ഞെത്തിയവർക്ക് തണൽ വിരിച്ചും, ആരോപണങ്ങളുടെ കൊടുങ്കാറ്റിൽ സ്വന്തം മനസാക്ഷിയെ മാത്രം കൂട്ടുപിടിച്ചും നെഞ്ചും വിരിച്ചു നടന്നു. ആൾക്കൂട്ടങ്ങളിൽ അലിഞ്ഞലിഞ്ഞ് മലയാളികളുടെ സ്വന്തം കുഞ്ഞുഞ്ഞായി. ആ വേർപാടിന് 3 ആണ്ട് തികയുമ്പോഴും ഓർമ്മകളുടെ വലിയൊരു നദി മലയാളി മനസ്സുകളിൽ ഒഴുകുകയാണ്. ചില പൂമരങ്ങൾ അങ്ങനെയാണ്. അവ പൊഴിഞ്ഞാലും ആ മണ്ണിൽ വസന്തം ബാക്കി വെക്കും. നശ്വരമായ ജീവിതത്തെ ആത്മാവിന്റെ അനശ്വരത കൊണ്ട് അതിജയിച്ച യുഗപ്രഭാവന് പ്രണാമം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.